നെന്മാറയിലെ ആകാശം കാവ്യയുടെ ഓർമ്മകളിൽ എന്നും ഒരു നിറമുള്ള പട്ടം പോലെ പറന്നു നിന്നിരുന്നു. അത് വെറുമൊരു ആകാശമായിരുന്നില്ല, അതൊരു വാഗ്ദാനമായിരുന്നു, ഒരു മേൽപ്പുരയായിരുന്നു. വേലപ്പൂരങ്ങളുടെ വെടിക്കെട്ടിൽ അത് 1000 നക്ഷത്രങ്ങളായി ചിതറുമ്പോൾ കാവ്യയും റുക്കുവും മുറ്റത്തെ ഇരുട്ടിൽ നിന്ന് അത്ഭുതത്തോടെ കണ്ണുവിളിച്ചു നോക്കി നിൽക്കും. ആകാശത്ത് വിരിയുന്ന അമിട്ടുകളുടെ വർണ്ണങ്ങൾ അവരുടെ കുഞ്ഞി കണ്ണുകളിൽ പ്രതിഫലിക്കും. ഉത്സവകാലത്ത് ചെണ്ടമേളത്തിനൊപ്പം ആ ആകാശം പ്രകമ്പനം കൊള്ളുന്നത് അവർക്ക് വീടിന്റെ മുറ്റത്ത് നിന്നാൽ കേൾക്കാമായിരുന്നു. മഴക്കാലത്ത് ഓലമേഞ്ഞ പുരയുടെ മേൽക്കൂരയിലേക്ക് അത് സ്നേഹത്തോടെ പെയ്തിറങ്ങും. ഓലയുടെ വിടവുകളിലൂടെ അരിച്ചെത്തുന്ന തണുത്ത കാറ്റിനൊപ്പം നനഞ്ഞ മണ്ണിന്റെയും അടുക്കളയിൽ പുകയുന്ന വിറകിന്റെയും പഴകിയ ഓലയുടെയും സമ്മിശ്രഗന്ധം മുറിക്കുള്ളിൽ നിറയും. അതിലേറെ അത് അച്ഛന്റെയും അമ്മയുടെയും അനുജത്തി റുക്കുവിന്റെയും സ്നേഹം നിറഞ്ഞ ലോകത്തിന്റെ മേൽത്തട്ടായിരുന്നു. അവരുടെ ഓലമേഞ്ഞ വീടിന് ദാരിദ്ര്യത്തിന്റെ നേർത്ത ഗന്ധമുണ്ടായിരുന്നു. ചുമരുകൾക്ക് മൺകട്ടയുടെ നിറവും. എന്നാലും ഉള്ളിൽ സ്നേഹത്തിന്റെ സുഗന്ധം മാത്രം നിറഞ്ഞുനിന്നു. അച്ഛൻ രാഘവൻ കോയമ്പത്തൂരിലെ മാർക്കറ്റിൽ ചുമടെടുക്കാൻ പോയാൽ പിന്നെ ആഴ്ചകൾ കഴിഞ്ഞാണ് മടങ്ങിവരുക. അച്ഛൻ വരുന്ന ദിവസങ്ങൾ കാവ്യയുടെ മനസ്സിൽ കലണ്ടറിലെ ചുവന്ന അക്കങ്ങളായിരുന്നു. അച്ഛന്റെ വിയർപ്പിന്റെയും പുകയിലയുടെയും ദൂരയാത്രയുടെയും നേരിയ ഗന്ധവുമായി ആ ദിവസങ്ങൾ വന്നെത്തുമ്പോഴാണ് വീട്ടിലെ അടുപ്പിൽ ശരിക്കും തീ പുകയുന്നത്. അച്ഛൻ കൊണ്ടുവരുന്ന ചെറിയ അരിസഞ്ചിയും ഒരു പ്ലാസ്റ്റിക് കൂടിൽ പൊതിഞ്ഞ തക്കാളിയും ചെറിയുള്ളിയും കാത്ത് അവരിയ്ക്കും. ചിലപ്പോൾ റുക്കുവിനു വേണ്ടി ഒരു ചെറിയ ശർക്കരയുണ്ടയോ അല്ലെങ്കിൽ നിറമുള്ളൊരു റിബണോ ആ സഞ്ചിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകും. എന്റെ മക്കള് വന്നേ എന്ന ആ വിളി കേൾക്കാൻ കാവ്യ കൊതിച്ചിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ അമ്മ പാർവതി മുറുക്കിയുടുത്ത വയറുമായി കാവ്യയെയും റുക്കുവിനെയും ചേർത്തു പിടിക്കും. വിശക്കുന്നുണ്ടോ മക്കളെ എന്ന ചോദ്യത്തിന് ഇല്ലമ്മേ, നേരത്തെ കഴിച്ച് കഞ്ഞീന്റെ സുഖം പോയില്ല എന്ന് അവർ കള്ളം പറയും. അമ്മയുടെ കണ്ണു നിറയുന്നത് കാണാൻ അവർക്കിഷ്ടമായിരുന്നില്ല. ചിലപ്പോൾ അടുക്കളയിലെ ഇരുട്ടിൽ അമ്മ ചുമരിലേക്ക് നോക്കി വെറുതെ ഇരിക്കുന്നത് കാവ്യ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ ദൂരെ എവിടെയോ ആയിരുന്നു. രാത്രികളിൽ തണുത്ത കാറ്റ് ഓലച്ചുമരിന്റെ വിടവുകളിലൂടെ ഒരു പാമ്പിനെപ്പോലെ അകത്തേക്ക് അരിച്ചു കയറുമ്പോൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ കാവ്യ അമ്മയോട് പറയും, അമ്മേ, എനിക്ക് തണുക്കുന്നു. അമ്മ ചിരിക്കും. ആ ചിരിക്ക് മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. ഇങ്ങോട്ട് കേറിക്കിടക്ക് എന്നു പറഞ്ഞ് അമ്മ നടുക്കു കിടക്കും. അമ്മയുടെ ഒരു വശത്ത് കാവ്യയും മറുവശത്ത് റുക്കുവും. കാവ്യ അമ്മയുടെ വയറിലും റുക്കു അമ്മയുടെ നെഞ്ചിലും തലവെച്ചു കിടക്കും. അമ്മയുടെ ഹൃദയമിടിപ്പിന്റെ തലം കേട്ട് അമ്മയുടെ പരുപരുത്ത സാരിയുടെ സ്പർശനമറിഞ്ഞ് അവർ കിടക്കും. പിന്നെ മെല്ലെ അമ്മയുടെ കാലുകൾ തങ്ങളുടെ കാലുകൾക്ക് മുകളിലൂടെ ഒരു പുതപ്പ് പോലെ വലിച്ചിടും. അമ്മയുടെ ശരീരത്തിന്റെ ചൂടിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിലാണ് തങ്ങളെന്ന് ആ കുട്ടികൾ വിശ്വസിച്ചു. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ ആ കാലുകൾക്ക് മുകളിൽ അച്ഛന്റെ വലിയ തഴമ്പിച്ച കാലുകളും വരും. ആ ഭാരമായിരുന്നു കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. ആ ലോകം എന്നേക്കും നിലനിൽക്കുമെന്ന് അവൾ ആത്മാർത്ഥമായി വിശ്വസിച്ചു. ചൂടുള്ള ഒരു ഉച്ചനേരമായിരുന്നു. നെന്മാറയിലെ ആകാശം കനത്ത വെയിലിൽ ഒരു വെള്ളക്കടലാസു പോലെ വെട്ടിത്തിളങ്ങുകയായിരുന്നു. വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് കഞ്ഞിയും ഉണക്കമുളക് ചമ്മന്തിയും. റുക്കു അത് കുടിക്കാതെ എനിക്ക് ചോറ് വേണം എന്നു പറഞ്ഞു വാശി പിടിച്ചു കരയുകയായിരുന്നു. അച്ഛൻ വരട്ടെ, മേടിച്ചു തരാം എന്ന് അമ്മ അവളെ സമാധാനിപ്പിക്കാൻ പാടുപെടുന്നു. അപ്പോഴാണ് അയൽപ്പക്കത്തെ തങ്കമ്മ ഓടിവരുന്നത് കാവ്യ കണ്ടത്. വെയില് തോപിയതിന്റെ കിതപ്പായിരുന്നില്ല അത്, മറ്റെന്തോ ഭയം അവരുടെ മുഖത്തുണ്ടായിരുന്നു. പാർവതി! തങ്കമ്മയുടെ വിളി ഇടറിയിരുന്നു. അവരുടെ നെഞ്ച് അതിവേഗം ഉയർന്നു താഴ്ന്നിരുന്നു. മോളെ, ഒരു ബേജാറുള്ള കാര്യമാ. അമ്മയുടെ മുഖം ഭയത്താൽ വിളറി. എന്താ തങ്കമ്മേ, രാഘവേട്ടന് വല്ലതും? കോയമ്പത്തൂരിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. രാഘവന് മാർക്കറ്റിൽ ലോറി തട്ടി എന്നു പറയുന്നതിനു മുൻപ് അമ്മയുടെ ഒരു നിലവിളി ഉയർന്നു. അത് കാവ്യയുടെ നെഞ്ചിലാണ് തറച്ചത്. റുക്കുവിന്റെ കരച്ചിൽ ആ നിലവിളിയിൽ അലിഞ്ഞില്ലാതായി. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ വീടിന്റെ നിറം മാറി. അതുവരെ നിറഞ്ഞു നിന്ന സ്നേഹത്തിന്റെ സുഗന്ധം പോയി മറഞ്ഞു. വൈകുന്നേരത്തോടെ അച്ഛന്റെ ചേതനയേറ്റ ശരീരം മുറ്റത്ത് കിടത്തി. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കർപ്പൂരത്തിന്റെ രൂക്ഷഗന്ധമുള്ള അച്ഛനെ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആളുകൾ കൂടി, കരച്ചിലുകൾ ഉയർന്നു. അമ്മ അച്ഛന്റെ നെഞ്ചിൽ കിടന്ന് അലറിക്കരയുന്നത് അമ്മേ എന്ന് വിളിച്ചു നോക്കിക്കാണാനേ കാവ്യയ്ക്ക് കഴിഞ്ഞുള്ളൂ. റുക്കു ഭയന്നവളുടെ ഉടുപ്പിൽ മുറുകെ പിടിച്ചിരുന്നു.
വീടാകെ മരണത്തിന്റെ മരവിപ്പ് പടർന്നു. അച്ഛനെന്ന തണൽമരം വീണതോടെ കുടുംബം അക്ഷരാർത്ഥത്തിൽ തകർന്നു. പട്ടിണി അടുക്കളയിൽ സ്ഥിരതാമസമാക്കി. അമ്മയുടെ കണ്ണുനീർ കണ്ടുണരാൻ കാവ്യയ്ക്ക് വയ്യായിരുന്നു. കുടുംബം പോറ്റാൻ അമ്മ അടുത്ത വീടുകളിൽ അടിച്ചു തളിക്കാനും പാത്രം കഴുകാനും പോയി തുടങ്ങി. തഴമ്പിച്ച ആ കൈകൾ രാത്രിയിൽ വേദന കൊണ്ട് പുളയുമ്പോൾ അമ്മ ആരോടും പറയില്ല. എന്നാലും 2 കുട്ടികളുടെ വിശപ്പടക്കാൻ ആ തുച്ഛമായ വരുമാനം മതിയാകുമായിരുന്നില്ല. റുക്കും മിക്കപ്പോഴും വിശന്ന് തളർന്നുറങ്ങുന്നത് കാവ്യ നിറകണ്ണുകളോടെ നോക്കിക്കിടന്നു. ചേച്ചി, എനിക്ക് വിശക്കുന്നു എന്ന് റുക്കുവിന്റെ വാക്കുകൾ കാവ്യയുടെ ഉറക്കം കെടുത്തി. ഒരു രാത്രി മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അമ്മ കാവ്യയുടെ തലയിൽ തലോടുകയായിരുന്നു. അമ്മയുടെ കൈകൾക്ക് പതിവില്ലാത്ത വിറയലുണ്ടായിരുന്നു. അമ്മ കുറേ നേരമായി ഒന്നും മിണ്ടുന്നില്ല. മോളെ, കാവ്യേ, അമ്മയുടെ ശബ്ദം ഇടറി. അമ്മയ്ക്കിത് പറയാൻ വയ്യാഞ്ഞിട്ടാ. എന്നാലും നമുക്ക് ജീവിക്കണ്ടേ? റുക്ക് പട്ടിണി കിടക്കുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യ. കാവ്യ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കൂടുതൽ ക്ഷീണിച്ചതായി തോന്നി. എറണാകുളത്തൊരു വീട്ടിൽ ഒരു കുട്ടിയെ നോക്കാൻ ആളെ വേണം, തങ്കമ്മ പറഞ്ഞതാ. വലിയ വീടാ, നല്ല വീട്ടുകാരാ, നിന്നെ പഠിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വരുന്നു എന്നതായിരുന്നു കാവ്യയുടെ ഏറ്റവും വലിയ സങ്കടം. പുസ്തകത്തിന്റെ മണം അവൾക്കത്രക്കിഷ്ടമായിരുന്നു. പക്ഷേ റുക്കുവിന്റെ ഒട്ടിയ വയറും അമ്മയുടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവൾക്കു വേണ്ടിയെങ്കിലും താൻ പോകണം. അവൾ മുതിർന്നവളെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ പൊക്കോളാം. അമ്മ കരയണ്ട. അവൾ അമ്മയുടെ കണ്ണുനീർ തുടച്ചു. ഞാൻ അവിടെ പോയി പൈസയുണ്ടാക്കി അഴിക്കാം. എന്നിട്ട് നമുക്ക് റുക്കുവിനെ വലിയ സ്കൂളിൽ വിടണം. അവള് മിടുക്കിയല്ലേ. യാത്ര പറയുന്ന ദിവസം നെഞ്ചു പൊട്ടുന്നതായിരുന്നു. അമ്മ കൊടുത്ത കീറിയൊരു ബാഗിൽ അവൾ തന്റെ ആകെയുള്ള 2 ഉടുപ്പുകൾ വെച്ചു. റുക്കു അവരുടെ കയ്യിലിരുന്ന ഒരേയൊരു കളിപ്പാട്ടം, നിറം മങ്ങിയ ഒരു കണ്ണു നഷ്ടമായ ഒരു മരപ്പാവ കാവ്യയുടെ കയ്യിൽ വെച്ചുകൊടുത്തു. ചേച്ചി പോകല്ലേ, എനിക്ക് പേടിയാ. ചേച്ചി പോയാൽ ഞാൻ ആരുടെ കൂടെ കിടക്കും? അവൾ അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ വേഗം വരാം മോളെ. നിനക്ക് കുപ്പിവളയും പാവയും കൊണ്ടുവരാം. നീ അമ്മയെ നോക്കണേ. കണ്ണുനീർ തുടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. പോയി വാ മോളെ, അമ്മ കാത്തിരിക്കും. എറണാകുളത്തേക്കുള്ള അന്നപൂർണ ബസ്സിൽ കയറി ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നെന്മാറയിലെ ആകാശവും തന്റെ ഓലപ്പുരയും വാവിട്ടു കരയുന്ന റുക്കുവിന്റെ മുഖവും ദൂരെ മറയുന്നത് അവൾ നിർവികാരതയോടെ നോക്കിയിരുന്നു. ബസ്സിന്റെ ഇരമ്പലിനൊപ്പം അവളുടെ നെഞ്ചിനുള്ളിൽ ഒരു കല്ലു കയറ്റി വെച്ചുവെക്കോതുപോലെ ആരം തോന്നി. നെന്മാറയിലെ പച്ചപ്പ് മാറി വലിയ കെട്ടിടങ്ങൾ തുടങ്ങിയപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. എറണാകുളത്തെ ഗീതാഞ്ജലി എന്ന വീടിന്റെ വലിയ ഇരുമ്പുകേറ്റൊരു നിലവിളിയോട് തുറന്നപ്പോൾ കാവ്യ അത്ഭുതപ്പെട്ടു. അവൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വീട്, മാർബിൾ പതിച്ച മുറ്റം, വലിയ പൂന്തോട്ടം. പക്ഷെ ആ വീടിന് അവളുടെ ഓലപ്പുരയുടെ സ്നേഹമുണ്ടായിരുന്നില്ല. മണലിൽ ചവിട്ടുന്ന സുഖം തണുത്ത മാർബിളിനുണ്ടായിരുന്നില്ല. രമചേച്ചി, ഗൃഹനാഥ അവളെ അടിമുടി നോക്കി. അവരുടെ നോട്ടത്തിൽ പുച്ഛവും സംശയവും കലർന്നിരുന്നു. വില കൂടിയ സാരിയും സ്വർണമാലയും അണിഞ്ഞവർ കാവ്യയെ നോക്കി മുഖം ചുളിച്ചു. ഇതാണോ കുട്ടി? കൊള്ളാം, മെലിഞ്ഞുണങ്ങിയാണല്ലോ. ജോലിയൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. സാരമില്ല, പഠിച്ചോളും. നിന്റെ കയ്യിലൊക്കെ എന്താ അഴുക്കാണല്ലോ. ആദ്യം പോയി കുളിച്ചിട്ട് വെട്ടെ. ആദ്യ ദിവസം തന്നെ നിയമങ്ങൾ വ്യക്തമായിരുന്നു. അടുക്കളയാണ് നിന്റെ സ്ഥലം. ഇവിടെ തന്നെ ഒരു പായ വിരിച്ചു കിടക്കണം, ഈ മൂലക്ക്. ബാത്റൂം പുറത്തുള്ളതാണ്. രാവിലെ 5-ന് എണീക്കണം. ഗേറ്റ് തുറന്ന പത്രം എടുക്കണം. വീടും മുറ്റവും വൃത്തിയാക്കണം. പിന്നെ പാത്രം, അലക്ക് എല്ലാം കഴിഞ്ഞ് വല്ലതും കഴിക്കാൻ പാടുള്ളൂ. കേട്ടല്ലോ? എന്നെ അമ്മേ എന്നൊന്നും വിളിക്കണ്ട, ചേച്ചി എന്ന് വിളിച്ചാൽ മതി. പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. കാവ്യ മടിച്ചു പറഞ്ഞു. പഠിപ്പോ? ആദ്യം പണി പഠിക്കൂ, എന്നിട്ട് നോക്കാം. അവരുടെ മക്കളായ മീരയും ഗീതയും കാവ്യയെ ഒരു വിചിത്ര ജീവിയെപ്പോലെ നോക്കി. മീരയ്ക്ക് കാവ്യയുടെ അതേ പ്രായം, 14. പക്ഷെ അവൾ അമ്മയുടെ തനി പകർപ്പായിരുന്നു. നോട്ടത്തിൽ പോലും അഹങ്കാരം. ഗീതയ്ക്ക് 10 വയസ്സ്. അവൾ ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് കാവ്യ ചെയ്യുന്നതൊക്കെ ഭയത്തോടെയും കൗതുകത്തോടെയും നോക്കി നിൽക്കും. ആ വീട്ടിലെ ഏറ്റവും വലിയ നിയമം അതായിരുന്നു. വീട്ടുകാർ കഴിച്ചതിന്റെ ബാക്കി, അല്ലെങ്കിൽ ബാക്കി പത്രം മാത്രമാണ് കാവ്യയുടെ ഭക്ഷണം. ആദ്യമൊന്നും അവൾക്കത് മനസ്സിലായില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് കഠിനമായ ജോലികൾക്ക് ശേഷം വിശന്നു വലഞ്ഞ അവൾ അടുക്കളയിൽ കാത്തിരുന്നു. ഡൈനിങ് ടേബിളിൽ നിന്ന് സാമ്പാറിന്റെയും മീൻ വറുത്തതിന്റെയും മണം അവളുടെ വയറ്റിൽ തീ കോരിയിട്ടു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ശേഷം രമചേച്ചി എച്ചിൽ പ്ലേറ്റുകളെല്ലാം അടുക്കളയിലെ സിങ്കിനടുത്ത് കൊണ്ടുവച്ചു. കാവ്യേ, വന്നു കഴിച്ചോ?
ഈ പ്ലേറ്റിലുള്ളത് കഴിച്ചിട്ട് പാത്രമെല്ലാം കഴുകി വെക്ക്. അവൾ നോക്കുമ്പോൾ മീരയും ഗീതയും കഴിച്ച് ബാക്കി വച്ച ചോറും കറികളും മീൻ മുള്ളുകളും നിറഞ്ഞ പ്ലേറ്റുകൾ. മീര പകുതി കുടിച്ച് ജ്യൂസിന്റെ ഗ്ലാസും അതിനൊപ്പമുണ്ട്. അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പ് ഒരു നിമിഷം കൊണ്ട് ഓടിപ്പോയി. പക്ഷേ വിശപ്പിനേക്കാൾ വലുതായിരുന്നു അപമാനം. വിശപ്പ് കൊണ്ട് കണ്ണുകാണാതായ അവൾ സിങ്കിന്റെ അരികിൽ നിലത്തിരുന്ന് അത് കഴിക്കാൻ തുടങ്ങി. പക്ഷേ തൊണ്ടയിൽ നിന്ന് ഒരു കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അമ്മ തനിക്ക് വേണ്ടി ഒരു ഉരുള കൂടുതൽ മാറ്റിവെക്കുന്നതോർത്ത് അവൾ തേങ്ങി. ഓരോ ഉരുളയും കണ്ണീരിൽ കുതിർന്നിരുന്നു. അപമാനം കൊണ്ട് അവളുടെ തല കുനിഞ്ഞു. താനൊരു മനുഷ്യജീവിയല്ല, മറ്റുള്ളവരുടെ എച്ചിൽ തിന്നുന്ന എന്തോ ഒന്നാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. അമ്മേ എന്നവൾ ആരോരും അറിയാതെ തേങ്ങി. ഒരു ദിവസം രമച്ചേച്ചി മേശപ്പുറത്ത് വെച്ച 100 രൂപയുടെ നോട്ട് കാണാതായി. വീടാകെ അരിച്ചുപെറുക്കിയിട്ടും കിട്ടിയില്ല. അവരുടെ സംശയദൃഷ്ടി നേരെ ചെന്നവസാനിച്ചത് കാവയിലാണ്. സത്യം പറയടി, നീയാണോ എടുത്തത്? നിന്നെപ്പോലുള്ളവളമാരെ എനിക്കറിയാം. കണ്ടെന്നും കൊണ്ടും പോകും, കള്ളി. ആ വിളി കാവ്യയുടെ നെഞ്ചിലാണ് തറച്ചത്. കള്ളി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനല്ല ചേച്ചി, എന്റെ അമ്മയാണ് സത്യം. ഞാൻ എടുത്തിട്ടില്ല. ഞാനത് കണ്ടിട്ടുപോലുമില്ല. മിണ്ടരുത് നീ. നിന്റെ കയ്യിൽ നിന്നല്ലാതെ ഇത് പോകില്ല. നിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനായിരിക്കും. നിന്റെ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചോളാം. അന്നു രാത്രി അടുക്കളയിലെ തണുത്ത തറയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അവൾ ഒരുപാട് കരച്ചു. അമ്മയെയും റുക്കുവിനെയും ഓർത്തു. ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ എന്നോർത്തവൾ തീങ്ങി. അമ്മയെയും റുക്കുവിനെയും കാണാൻ കൊതിച്ചു. ആരും കാണാതെ റുക്ക് തന്ന മരപ്പാവയെ അവൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രഘുവേട്ടൻ, ഗൾഫിലുള്ള ഗൃഹനാഥൻ, വരുന്ന ദിവസം വീട്ടിൽ ഉത്സവമായിരുന്നു. വീട് വൃത്തിയാക്കാനും പലഹാരങ്ങൾ ഉണ്ടാക്കാനും കാവ്യ രാപ്പകൽ പണിയെടുത്തു. അവളുടെ കൈകൾ പൊട്ടി ചോര വന്നു. ഏട്ടൻ വന്നിട്ട് പോകും വരെ നീ അധികം കൺവട്ടത്ത് വരരുത്. ഗൾഫിൽ നിന്ന് വരുന്ന ക്ഷീണത്തിൽ നിന്റെ ഈ മുഷിഞ്ഞ കോലം കാണണ്ട, രമചേച്ചി താക്കീത് നൽകി. അവർ എയർപോർട്ടിൽ പോയ ദിവസം കാവ്യയെ അടുത്ത വീട്ടിലെ ജലജ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. ജലജ ചേച്ചി നല്ല സ്ത്രീയായിരുന്നു. അവർ കാവ്യയോട് വിശേഷങ്ങൾ ചോദിച്ചു. മോള് വല്ലതും കഴിച്ചോ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. കാവ്യ ഇല്ലെന്ന് തലയാട്ടി. അവരൊരു ആപ്പിൾ എടുത്ത് മുറിച്ച് ഒരു കഷ്ണം കാവ്യയ്ക്ക് നേരെ നീട്ടി. ഇത് കഴിക്ക്. കാവ്യ ചുവന്ന ആപ്പിൾ കഷ്ണം വാങ്ങി. ജീവിതത്തിൽ ആദ്യമായാണ് അവൾ ആപ്പിൾ കാണുന്നത്. അതിന്റെ മണം അവളെ കൊതിപ്പിച്ചു. വിശപ്പുകൊണ്ട് അവളതൊന്ന് കടിക്കാൻ പോയതും അവളുടെ ഓർമ്മയിൽ റുക്കുവിന്റെ മുഖം തെളിഞ്ഞു. റുക്കു ഇതുവരെ ആപ്പിൾ കഴിച്ചിട്ടുണ്ടാവില്ല. അവൾ ആ കഷ്ണം ഒരു കടലാസിൽ പൊതിഞ്ഞ് തന്റെ തുണിസഞ്ചിയുടെ അടിയിൽ ഒളിപ്പിച്ചു. നാട്ടിൽ പോകുമ്പോൾ അനിയത്തിക്ക് കൊടുക്കണം. അനിയത്തിക്ക് വേണ്ടി മീര ഉപേക്ഷിച്ച പഴയ ബുക്കുകളിൽ നിന്നുള്ള കടലാസുകളും ഒടിഞ്ഞ പെൻസിലുകളും അവൾ ആ സഞ്ചിയിൽ പിറക്കി വെച്ചിരുന്നു. രഘുവേട്ടൻ വന്നപ്പോൾ വീട് ശരിക്കും ഉണർന്നു. ചിരിയും ബഹളവും സമ്മാനപ്പൊതികളും. കാവ്യ അടുക്കളയുടെ വാതിൽ പാളിക്കിടയിലൂടെ ആ അച്ഛനെ നോക്കി. നല്ല സ്നേഹമുള്ള ആളാണെന്ന് തോന്നുന്നു. മീരയും ഗീതയും അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരിക്കുന്നത് അവൾ കൊതിയോടെ നോക്കി. പക്ഷെ അവൾക്ക് മുന്നിൽ വരാൻ പേടിയായിരുന്നു. രഘുവേട്ടൻ കൊണ്ടുവന്ന പെർഫ്യൂമിന്റെയും ഇറക്കുമതി ചെയ്ത സോപ്പിന്റെയും മണം അടുക്കള വരെ എത്തി. ആ മണത്തിനിടയിലും തനിക്ക് കിട്ടാൻ പോകുന്ന ബാക്കി ഭക്ഷണത്തിന്റെ മനം മടുപ്പിക്കുന്ന മണമായിരുന്നു അവളുടെ ചിന്തകളിൽ. അന്ന് രാത്രി പുറത്തുനിന്ന് വാങ്ങിയ ഭക്ഷണമായിരുന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അതിന്റെ മണം അടുക്കളയിൽ നിന്ന കാവ്യയുടെ വിശപ്പിനെ ഇരട്ടിയാക്കി. അവൾക്കപ്പോൾ കിട്ടിയത് തലേദിവസത്തെ കഞ്ഞിയായിരുന്നു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇപ്രാവശ്യം ഫുഡ് പൊള്ളാമല്ലേ രമേ? രഘുവേട്ടൻ പറഞ്ഞു. പെട്ടെന്നാണ് അദ്ദേഹം കാവ്യയെക്കുറിച്ച് ഓർത്തത്. അല്ല, നമ്മളെ സഹായിക്കാൻ വന്ന ആ പുതിയ കുട്ടിയെവിടെ? നെന്മാറിൽ നിന്ന് വന്ന കാവ്യ. അവളെ വിളിക്ക്, ഒരുമിച്ച് കഴിക്കാം. വീട്ടിൽ ഒരു നിമിഷം നിശബ്ദത പരന്നു. രമചേച്ചി ഒന്നു പതറി. അവൾ അടുക്കളയിലുണ്ട്. അവൾക്ക് പിന്നെ കൊടുക്കാം. അവൾ പിന്നെ കഴിച്ചോളും. അതെന്താ? ഫുഡ് മേടിച്ചത് എല്ലാവർക്കുമല്ലേ? മോടെ ഗീതേ, പോയി ആ കുട്ടിയെ വിളിക്ക്. രഘുവേട്ടൻ ഇളയ മകളോട് പറഞ്ഞു. മീര അപ്പോൾ അറിയാതെ പറഞ്ഞുപോയി. അച്ഛാ, അമ്മ പറഞ്ഞത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതിയെന്നാ. വേസ്റ്റ് കാവ്യയ്ക്ക് കൊടുക്കാനാ പറഞ്ഞത്. രഘുവേട്ടൻ ഞെട്ടി. വേസ്റ്റോ? അത് കേട്ട് ഗീത നിഷ്കണ്ഠമായി പറഞ്ഞു. അതെ അച്ഛാ, കാവ്യ കഴിക്കുന്നത് നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയാ. പിന്നെ കാവ്യ കിടക്കുന്നത് അടുക്കളയിലാ, തറയിൽ. അവിടെ പാറ്റയുണ്ട്. ആ നിമിഷം രഘുവേട്ടന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അദ്ദേഹം ടേബിളിൽ ആഞ്ഞടിച്ചു. രമേ, എന്താ ഇതൊക്കെ? ഒരു കൊച്ചിനോട് കാണിക്കുന്ന ക്രൂരതയാണോ ഇത്?
നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? എന്ത് വേസ്റ്റെന്നാ നീ പറഞ്ഞേ? രമ ചേച്ചി ഭയന്ന് വിറച്ചു. അത് ഞാൻ, ജോലിക്കാര്, അവരൊക്കെ. വേണ്ട, ഒന്നും പറയണ്ട. പള്ളിയെ അമ്പലത്തിലെ നേർച്ചയും വഴിപാടും ഒക്കെ കൊണ്ടു നടന്നിട്ട് എന്തിനാ? ഒരു നേരത്ത് ഭക്ഷണം കൊടുക്കാൻ നേരത്ത് ജാതിയും പണവും നോക്കുന്നെങ്കിൽ. നമ്മളെയും അവരെയും സൃഷ്ടിച്ചത് ഒരേ ഈശ്വരനാണ്, അത് മറക്കരുത്. വിശപ്പ് എല്ലാവർക്കും ഒന്നാണ്. അദ്ദേഹം അടുക്കളയിലേക്ക് നടന്നു. വാതിൽക്കൽ ഭയന്നു വിറച്ചു നിൽക്കുന്ന കാവ്യയെ അദ്ദേഹം കണ്ടു. മോളെ, ഇങ്ങോട്ട് വാ. അദ്ദേഹം അവളുടെ കയ്യിൽ പിടിച്ചു. ആ സ്പർശനത്തിന് അച്ഛന്റെ കൈകളുടെ ചൂടുണ്ടായിരുന്നു. പേടിക്കണ്ട, വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അദ്ദേഹം അവളെ ഡൈനിങ് ടേബിളിൽ മീരയുടെ അടുത്തായി ഇരുത്തി. ഒരു പുതിയ പ്ലേറ്റ് എടുത്ത് അവൾക്ക് ഫ്രൈഡ് റൈസ് വിളമ്പി. കഴിക്കുമോളെ, വിശക്കുന്നില്ലേ? കാവ്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ആ പ്ലേറ്റിലേക്ക് വീണുകൊണ്ടിരുന്നു. അത് വിശപ്പിന്റെയോ സങ്കടത്തിന്റെയോ ആയിരുന്നില്ല. ആദ്യമായി തന്നെ ഒരു മനുഷ്യനായി പരിഗണിച്ച ഒരാളോടുള്ള നന്ദിയുടേതായിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആഹാരം കഴിക്കാൻ തുടങ്ങി. അന്ന് രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. രഘുവേട്ടന്റെ വാക്കുകൾ രമചേച്ചിയുടെയും മീരയുടെയും ഉള്ളിലാണ് തറച്ചത്. തങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. രാത്രി വൈകി രമചേച്ചി അടുക്കളയിൽ പായ വിരിക്കാൻ പോയ കാവ്യയുടെ അരികിലെത്തി. അവൾ പായയിലിരുന്ന് കരയുകയായിരുന്നു. രമചേച്ചി അവളുടെ അരികിലിരുന്നു. അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. മോളെ കാവ്യെ, എന്നോട് ക്ഷമിക്ക്. കാവ്യ ഞെട്ടിത്തെറിച്ച് അവരെ നോക്കി. ചേച്ചിക്ക് തെറ്റുപറ്റി, ഒരുപാട്. ഇങ്ങനെയൊന്നും നിന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോഴേക്കും രഘുവേട്ടൻ അങ്ങോട്ട് വന്നു. രമേ, അവളോട് മാപ്പ് ചോദിച്ചതുകൊണ്ട് തീരില്ല. അവളിവിടുത്തെ വേലക്കാരിയല്ല, നമ്മുടെ മോളെപ്പോലെ കാണണം. ഇന്നു മുതൽ കാവ്യ മീരയുടെയും ഗീതയുടെയും കൂടെ മുറിയിൽ കിടക്കണം. അവൾക്കിനി ഈ തറയിൽ കിടക്കേണ്ട. അന്ന് ആദ്യമായി കാവ്യ മെത്തയുള്ള കട്ടിലിൽ കിടന്നുറങ്ങി. ഗീത അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത തറയുടെ ഓർമ്മകൾ പതിയെ മാഞ്ഞു തുടങ്ങി. അടുത്ത ദിവസം രാവിലെ മീര അവളുടെ മുറിയിൽ വന്നു. അവളുടെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചിരുന്നു. കാവ്യെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കാവ്യ ഭയത്തോടെ അവളെ നോക്കി. അച്ഛാ? മീര ഹാളിലിരുന്ന അച്ഛനെ വിളിച്ചു. അച്ഛാ, ഞങ്ങൾ കാവ്യയെ മലയാളവും ഇംഗ്ലീഷും പഠിപ്പിച്ചോട്ടെ? ഞങ്ങളുടെ പഴയ പുസ്തകങ്ങളൊക്കെ ഇരിപ്പില്ലേ? രഘുവേട്ടൻ ചിരിച്ചു. അതിനെന്താ മോളെ, നല്ല കാര്യമല്ലേ? അറിവ് പകർന്നുകൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യമില്ല. അന്ന് വൈകുന്നേരം മീര കാവ്യയ്ക്ക് എ എന്നെഴുതാൻ പഠിപ്പിച്ചു. പഠനം നിർത്തിയെന്ന് കരുതിയ അക്ഷരങ്ങൾ വീണ്ടും അവളെ തേടി വന്നപ്പോൾ കാവ്യയുടെ കണ്ണ് നിറഞ്ഞു. മീരയും കാവ്യയും പതിയെ കൂട്ടുകാരായി മാറി. താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു മീര. വീട്ടിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. രമചേച്ചി കാവ്യയെ സ്നേഹത്തോടെ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങി. അവർ കാവ്യയെ വീട്ടുജോലികളിൽ സഹായിച്ചു. ഇതൊന്നും നിന്റെ മാത്രം പണിയല്ല എന്ന് പറഞ്ഞു. അടുക്കളയിൽ ബാക്കി ഭക്ഷണം കാത്തിരിക്കുന്ന ഒരു കാവ്യ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ആ വീട്ടിലെ പുതിയ ശീലമായി. രമചേച്ചി ഏറ്റവും നല്ല കഷ്ണം നോക്കി കാവ്യയുടെ പ്ലേറ്റിൽ വെച്ചുകൊടുത്തു. ഇത് കഴിക്കുമോളെ, നല്ലോണം കഴിക്കണം എന്നു പറയുമ്പോൾ അവരുടെ ശബ്ദത്തിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച രഘുവേട്ടൻ കാവ്യയെ വിളിച്ചു. മോളെ, നിന്റെ വീട്ടിലെ നമ്പർ താ, നമുക്ക് അമ്മയെ വിളിക്കാം. കാവ്യ അയൽപ്പക്കത്തെ തങ്കമ്മയുടെ വീട്ടു നമ്പർ കൊടുത്തു. രഘുവേട്ടൻ ഫോൺ വിളിച്ച് കാവ്യയുടെ കയ്യിൽ കൊടുത്തു. അമ്മേ എന്ന് കാവ്യ ശബ്ദമിടറി. മോളെ കാവ്യേ, നിനക്ക് സുഖമാണോ മോളെ? അമ്മയുടെ കരച്ചിൽ ഫോണിലൂടെ കേട്ടു. എനിക്ക് സുഖമമ്മേ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ചേച്ചിയും ചേട്ടനും മക്കളും എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഞാനിവിടെ പഠിക്കാൻ തുടങ്ങി അമ്മേ, ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. അവൾ റുക്കുവിനോടും സംസാരിച്ചു. താൻ പെറുക്കിവെച്ച പെൻസിലുകളുടെയും ആപ്പിൾ കഷ്ണത്തിന്റെയും കാര്യം അവൾ മറന്നുപോയിരുന്നു. സംസാരം കഴിഞ്ഞപ്പോൾ രഘുവേട്ടൻ പറഞ്ഞു, റുക്കുവിന്റെ പഠിത്തത്തിനു വേണ്ടി ഞാൻ കുറച്ച് പൈസ അങ്ങോട്ട് അയക്കാം. നിന്റെ അമ്മ ഇനി മറ്റു വീടുകളിൽ പണിക്ക് പോകണ്ട. കാവ്യ നന്ദിയോടെ ആ മനുഷ്യനെ നോക്കി. ഒരു വർഷം വേഗത്തിൽ കടന്നുപോയി. ഗീതാഞ്ജലി വീട്ടിന്റെ മുറ്റത്ത് പുതിയ സ്കൂൾ യൂണിഫോമിൽ കാവ്യ നിന്നു. മീരയും ഗീതയും അവളുടെ ഇരുവശങ്ങളിലും നിന്നു. ഇന്ന് കാവ്യ മീരയുടെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേരുകയാണ്. രഘുവേട്ടൻ അവളുടെ പഠനത്തിനുള്ള എല്ലാ ചെലവുകളും ഏറ്റെടുത്തു. അടുക്കളയിലെ തണുത്ത തറയിൽ നിന്ന് അവൾ ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടിയിറക്കിയിരിക്കുന്നു. അവൾ വീട്ടിന്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന രഘുവേട്ടനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം തിരിച്ചും. കാവ്യ ആകാശത്തേക്ക് നോക്കി. അത് നെന്മാറയിലെ ആകാശമായിരുന്നില്ല, എറണാകുളത്തെ പുതിയ ആകാശമായിരുന്നു. പക്ഷേ ആ ആകാശത്തിന് ഇപ്പോൾ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും നിറമുണ്ടായിരുന്നു. ജീവിതത്തിൽ ആരും ബാക്കി പത്രമല്ല എന്നും ഓരോ ജീവിതത്തിനും അതിൻ്റേതായ വിലയുണ്ടെന്നും സ്നേഹം കൊണ്ട് മാത്രമേ ആ വില തിരിച്ചറിയാൻ സാധിക്കൂ എന്നും അവൾ തിരിച്ചറിഞ്ഞിരുന്നു.